കീർത്തി എവിടെയടി ഉള്ളത്? അമ്മ, എനിക്ക് കുറച്ച് ജോലിയുണ്ടമ്മ, ഞാൻ പോവാ. കീർത്തി 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 എവിടേക്കാ പോവാ? അമ്മ ലേട്ടായി, ഞാൻ പോവാ ഓഫീസിക്ക്. കീർത്തി ഓടിപ്പോയി. ഇവളെ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ കീർത്തി, അയ്യോ അവളെ അച്ഛൻ വന്നോ? എന്ത് നീ വിളിക്കണേ? കീർത്തി എവിടെ? നിങ്ങളെ മോള് പൊന്നാര മോള് ഓടിപ്പോയി. അവളെ ബോസ് വന്നു. ബോസ് പറയോ അവിടെ പറഞ്ഞ. ഓ ഇവളൊരു കാര്യം. കീർത്തി ആ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോയത്? മോള് ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ലേ? നിങ്ങളെ പൊന്നു മോളോ കൊറിയനൊക്കെ വന്നിട്ടും ഇപ്പോൾ കൊറിയല്ലേ ഇത്? കൊറിയയിലെ മോഡൽ ഡ്രസ്സ് ഇട്ടാ എന്താ പ്രശ്നമോ? എടി മണ്ടി മണ്ടി, ഇവിടെ മോഡൽ ഡ്രസ്സ് മോഡൽ ഇടണ്ട. അവൾ ട്രഡീഷണൽ എല്ലാവരും നോക്കും. നിങ്ങൾ ഇങ്ങനെ മോഡൽ ഡ്രസ്സ് ഇടാൻ പാടെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ എടുക്കണം അങ്ങനെയായിട്ട് പറഞ്ഞു. ഹീറോ പ്രിയൻ കീർത്തിൻ്റെ അച്ഛനും ശരി ഓക്കെ ഞാനും പോവും ഓഫീസിൽ നിന്ന്. കീർത്തിൻ്റെ അച്ഛനും പോയി. കീർത്തി സന്തോഷമായിട്ട് ഓഫീസിൽ പോയി. ആ കീർത്തി നീ വന്നോടി? വന്നു റോസി. ആ എൻ്റെ ബോസ് വന്നോ? ഇല്ല ഡി, ബോസ് ഇപ്പോൾ വരും. ബോസ് മാത്രമല്ല ബോസിൻ്റെ മകന് വരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ ചെയർമാൻ സിഒ വരാ. സത്യോനടി? അതെ കീർത്തി. കീർത്തി നിങ്ങൾ സന്തോഷമായി. കീർത്തി പറയാം ഫ്രണ്ട് റോസ് സെക്രട്ടറിയാണ്. റോസ് പറയാം അപ്പോ ഞാൻ സെക്രട്ടറിയാണ്. നെക്സ്റ്റ് കഴിഞ്ഞാൽ ബോസൊക്കെ സെക്രട്ടറി ആവണം അത്രേ. അങ്ങനെയായിട്ട് ഈ കീർത്തിനോട് പറയാൻ തുടങ്ങി. ബോസ് വന്നു വന്നു എന്നെല്ലാവരും പറയാൻ കേട്ടു. അങ്ങനെ കാറിന് സിഒ ആ കമ്പനീനെ ഓണറെ ഇറങ്ങി. അതായത് ജിന്നു ഇറങ്ങി. വാവ്, എല്ലാ പെൺകുട്ടികൾ ജൊല്ലുവിടായിരുന്നു. എല്ലാം വാവ് 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 വേൾഡ് വാസ് ആൻസം യുണോ എന്ന് ഗേൾസ് എല്ലാം പറയുന്നുണ്ട്. ജൊല്ലുവിടാക്കുന്നു കീർത്തി യഥാർത്ഥം റോസ് നോക്കി. റോസിക്ക് ഒരു റിയാക്ഷനില്ല. റോസ് എന്തടി മച്ചി, കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ എന്തടി സൈറ്റ് അടിക്കാട്ടെ? മച്ചി എനിക്കൊരാളെ കണ്ണ്, എനിക്കൊരു ബോയ് ഫ്രണ്ടും ഉണ്ട്, ലവറുണ്ട്. ഓനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മാത്രമേ എനിക്ക് ലവറുണ്ട് മച്ചി. ഞാൻ അവനെ മാത്രം നോക്കൂ, വേറെ ആരും നോക്കൂല. അത് ഫ്രണ്ട് പറഞ്ഞു. നല്ല കാര്യം ഇത്. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ജിന്ന് ഭയങ്കര ആൻസുമായി കൂൾ ഗ്ലാസ് എല്ലാം ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ബ്ലാക്ക് ഡ്രസ്സിൽ ഹീറോ വരാൻ തുടങ്ങി. ഹീറോ എല്ലാം സ്മൈൽ ചെയ്ത് വന്നിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി ആ കമ്പനിയിൽ ഒരു മാനേജറായിരുന്നു. സാർ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അവിടെ ചെയർമാൻ സിഒ വിളിച്ചു. മാനേജർ, ഇങ്ങനെ കമ്പനിയിലെ ഒരു മാനേജറായിരുന്നു. മാനേജർ ഓക്കെ സാർ, എന്താ പ്രശ്നം? എൻ്റെ മോനോ സാർ? ഓക്കെ സാർ, ഇതെൻ്റെ മകളാണ് സാർ. ഓക്കെ ഓൾറെഡി അറിയും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജിൻ യഥാർത്ഥ ഹീറോയിനെ നോക്കി. ഹീറോയിനെ കണ്ട പിന്നെ ഫസ്റ്റ് ലുക്ക് ഫ്ലാറ്റായി. ശരി ഓക്കെ, ജിന്നു അച്ഛാ ഇങ്ങ് വരാൻ പറ്റുമോ? ജിന്നു എടുത്തുകൊണ്ട് പോയി. ശരി ഇവർ എല്ലാവരും ജോലി ചെയ്തോ എന്ന് പറഞ്ഞു. മാനേജർ പോയി. അങ്ങനെ ജിന്നു പറയാൻ തുടങ്ങി. അച്ഛാ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് അച്ഛാ. ഇത് കേട്ടിട്ട് ജിന്നുക്ക് അച്ഛന് ഭയങ്കര സന്തോഷമായി. എപ്പോഴാ കല്യാണം റെഡി? അത് ഒറ്റ അച്ഛാ ഇല്ലടാ അവൾ സിംഗിള്. ഗുഡു ഓടിപ്പോയി. എടാ എന്ത് പറ്റി സാർ? ഞാൻ കുറച്ച് എന്നോട് സംസാരിക്കാറുണ്ടോ? എന്താ സാർ? നീ നല്ല കമ്പനി നല്ല ജോലി ചെയ്യാം, അത് മാത്രമല്ല പിന്നെ ഒരു കമ്പനിയിൽ നീ പോയിട്ട് ജോലി ചെയ്തു. സാർ അത് ഇല്ല, ഈ കമ്പനീൻ്റെ മകൻ നോക്കും. അത് മാത്രമല്ല നീ അവിടെ സിഒ ആയിട്ടിരിക്കുക. സാർ എനിക്ക് വേണ്ട സാർ. അങ്ങനായിട്ട് എൻ്റെ മകനക്ക് ജോലി. നിൻ്റെ മകൻ എവിടെ? അർജുന സാർ, അവന് പോയിട്ടുണ്ട് സാർ. അവനക്ക് കമ്പനി പറഞ്ഞ ജോലിയൊന്നുമില്ല. അവന് കുറച്ച് ട്രിപ്പ് വരുന്നു സാർ. അവനക്ക് കുറച്ച് കയ്യില്ല സാർ. അതുകൊണ്ട് അവനക്ക് ഭയങ്കര ബിസിനസ് അതൊന്നും കിട്ടില്ല. എന്തിനാ അവൻ പഠിച്ചത് സാർ? ഇത് പഠിച്ചതാണ്. ഓ അതിൽ സ്റ്റാർട്ട് ചെയ്തു. ജിന്നൊന്നും ബിൽഡിംഗ് ഒന്നും കിട്ടിയായിരുന്നു. അതിലവൻ സിഒ ഓട്ടർ. ഹീറോയിൻ്റെ ചേട്ടൻ അർജുന ഒരു കമ്പനിയിൽ ഇത് ബോസായിട്ട് മാറി. കമ്പനി നന്നായിട്ട് നോക്കുന്നു. ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു എന്താ ജിന്നുക്കും ഓക്കും എൻഗേജ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ഹീറോയിനും ജിന്നുക്ക് എൻഗേജ്മെൻറ്റായി. ഹീറോയ്ക്ക് ഷാക്കായി പോയി. റോസ് പറയുന്നത് അടിപ്പാവി, എനിക്കറിയില്ലടി ഇത് എന്ത്. അങ്ങനെ ജിന്നും ഹീറോയിനോട് നല്ല കെയറിങ് എപ്പോഴും കൂടെയാണ് ജിന്നു. ഹീറോയിന് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസായി. എങ്ങനെയാണ് ഇത്? എന്നെ മാരേജ് പ്രപ്പോസ് ചെയ്തു, എന്നെ റിങ് ഇട്ടു, മാരേജ് കഴിക്കാൻ പ്ലാനായി. എന്തുകൂടെ നടക്കുന്നതും അറിയില്ലായിരുന്നു. ജിന്നുക്ക് ബിസിനസ് ട്രിപ്പായി. ഹീറോയിനെ അച്ഛാ ഇവളെൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കട്ടെ. റോസ്ക്ക് ഷാക്ക്. സാർ നീയും സെക്രട്ടറി ആയിട്ടിരുന്നോ? നീ ഇവിടുത്തെ കാരണം നീ നോക്കിക്കോ. അങ്ങനെ ശരി ഓക്കെ. ഹീറോയിനെ എവിടെ ബിസിനസ് ട്രിപ്പ് പോകുമ്പോൾ കൂടെ കൊണ്ടുവരിക. ഇത് എല്ലാവർക്കും പറഞ്ഞു. ജിന്നു പറഞ്ഞു എല്ലാവരും ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണൊക്കെ ജിന്നു മേലെ കണ്ടണം. അങ്ങനെ ആ പെണ്ണ് വന്ന് ഹീറോയിന് വഴക്കുണ്ടാക്കിയായിരുന്നു. ജിന്നു പറഞ്ഞു
ഈസ് മൈ ഫിയാൻസി, എൻ്റെ ഫിയാൻസിയാണ്, എൻ്റെ വൈഫാകാൻ പോകുന്നോളാ. നീ അങ്ങനെ ചെയ്ത് ആ കുട്ടീനെ ജോലിയിൽ പിരിച്ച് വിട്ടു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ എപ്പോൾ നോക്കും ആ പെണ്ണ് പറഞ്ഞാൽ ടോർച്ചർ ചെയ്യാമെന്ന്. ജിന്ന് പറയാൻ തുടങ്ങി. കീർത്തി, എന്ത് പറ്റി ജിൻ? അതില്ല, നമുക്ക് മാരേജ് ഡേയ്സ് വന്നു, നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം. എന്ത് മാരേജ് ഡേയ്സ് വന്നാൽ? ഇനി കുറച്ച് നാളുള്ളത്, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. എന്നാൽ ഇന്ത്യക്ക് പോവാം. എല്ലാവരും ഫ്ലൈറ്റ് ഇറങ്ങി ഇന്ത്യക്ക് പോയി. ഇന്ത്യയിൽ ട്രഡീഷണൽ മാരേജ് ചെയ്യുക, കൊറിയയിൽ വയ്യ മാരേജ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഇന്ത്യക്ക് പോയി. ഇതിലവിടെ നല്ല പാട്ട് ഡാൻസ്, കുറേ നാൾ പാട്ട് ഡാൻസും അതും ഉണ്ടായിരുന്നു. രാവിലെ മാരേജ്. അങ്ങനെ ഹീറോയും വന്ന്, കീർത്തി വന്ന് ജിന്നിൻ്റെ അടുത്തിരുന്നു. അങ്ങനെ നല്ല മന്ത്രം അത് ഇതെല്ലാം പറഞ്ഞു. ആശീർവാദമായി എല്ലാം താലി കെട്ട് ചടങ്ങെല്ലാം കഴിഞ്ഞ് മാരേജായി. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഹീറോ എൻ്റെ രാത്രി ഹീറോയിനോട് പാല് കൊടുത്ത് അമ്മ പറയാണ്, മോളെ ഹസ്ബൻഡിന് ആശീർവാദം വേണം. അമ്മ അത് ശരി മാന് പറഞ്ഞു കേട്ടു. അങ്ങനെ ഹീറോയിൻ്റെ പാലെടുത്ത് അയച്ച് ജിന്നയുടെ ആശീർവാദം. ജിന്ന് പറയും, എന്ത് ചെയ്യുന്നേ? നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ജിന്നും പറഞ്ഞു. അങ്ങനെയായിട്ട് ജിന്നെ കൂടെ ഹീറോയിൻ ഭയങ്കര സംസാരിക്കാൻ. ജിന്ന് പറയാൻ തുടങ്ങി, നമുക്ക് എന്ത്, അതായത് ഇങ്ങനെ ഒരു രണ്ടാൾക്ക് എല്ലാം നടക്കാതെ നൈറ്റ് ഉറങ്ങി. നൈറ്റ് രാവിലെ ആയി. ഹീറോ എണിച്ച് ഹീറോയ്ക്ക് വെക്ക വരാൻ തുടങ്ങി. ശരി നാളെ വരെ ഒരുമാതിരി പിങ്ക് ജ്യൂസായി, പിങ്കായി വീടല്ല. ജനക്ക് എന്ത് പറ്റി? എന്താ എൻ്റെ വീടെന്താ തക്കാളി പോലെ തൊളിക്കുന്നല്ലോ? ഒന്നുമില്ലാതെ ഒറ്റോടെ ഉറക്കെ ചിരിച്ച്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴെ വന്നു. അവിടെ ശാസ്ത്രം അങ്ങനെ ചടങ്ങല്ല അങ്ങനെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ജിന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വൈഫും കൂടെ കുറച്ച് നാളിരുന്നു. പിന്നെ ഓഫീസിൽ പോകാൻ തുടങ്ങി. ജിന്നും ഹീറോയും ഭയങ്കര ഓഫീസിൽ ഭയങ്കര ബിസി ആവാൻ തുടങ്ങി. ഹീറോയി പറയാൻ തുടങ്ങി, ജിൻ എന്ത് പറ്റി? ഇല്ല, എൻ്റെ ഫ്രണ്ടിനെ കൂടെ ട്രിപ്പ് പോവാണ് പ്ലാൻ ചെയ്തായിരുന്നു, ഫ്രണ്ടും ഞാനും. അതുകൊണ്ട് അതെ, കുറച്ച് ട്രിപ്പാണ്. നിങ്ങൾ കൂടെ വരാൻ പറ്റുമോ? എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് എല്ലാം വരുന്ന അവിടെ മീറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വരാൻ പറ്റുമോ? അങ്ങനെ ജിന്നിനോട് ഹീറോയി പറയട്ടെ. ജിന്ന് ഓക്കെ എന്ന് പറഞ്ഞു. 2 സ്മൈൽ ചെയ്യാൻ തുടങ്ങി.